ഡോക്ടർ ഒ.ജെ. സ്കറിയ എഴുതിയ മെച്ചൽപ്പെടലിൻ്റെ മേച്ചിൽപ്പുറങ്ങൾ എന്ന ഗ്രന്ഥം വളരെ ആനുകാലികമായിട്ടുള്ള ഒരു പുസ്തകമാണ്. മറ്റൊന്നുകൊണ്ടുമല്ല, ഇന്ന് കുട്ടികൾക്ക് പല പ്രശ്നങ്ങളും വരുമ്പോൾ അവയെ കൈകാര്യം ചെയ്യാൻ അറിഞ്ഞുകൂടാ, മാതാപിതാക്കൾക്കും പറഞ്ഞു കൊടുക്കാൻ അറിഞ്ഞുകൂടാ, ടീച്ചേഴ്സിനും ഗൈഡ് ചെയ്യാൻ അറിഞ്ഞുകൂടാ. ഈ പുസ്തകത്തിൽ വളരെ ആധികാരികമായിട്ട്, എന്നാൽ വളരെ സിമ്പിളായിട്ട്, സാധാരണ ജനത്തിന് മനസ്സിലാകുന്ന രീതിയിൽ ഉദാഹരണ സഹിതം ജീവിതത്തെ എങ്ങനെയാണ് മെച്ചപ്പെടുത്തേണ്ടതെന്നുള്ള ലൈഫ് സ്കിൽസാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ലൈഫ് സ്കിൽ എന്നിവിടെ ഉദ്ദേശിക്കുന്നത് ദൈനംദിന ജീവിതത്തിൽ ഓരോ വ്യക്തിയും അറിഞ്ഞിരിക്കേണ്ട അല്ലെങ്കിൽ സ്വന്തമാക്കേണ്ട ഒരു കഴിവാണ്. ഈ കഴിവിനെക്കുറിച്ച് അറിവില്ലാത്ത പക്ഷം മനുഷ്യൻ ഉണ്ടാക്കുന്നില്ല. എന്നാൽ ബോധപൂർവം അതെങ്ങനെ നേടിയെടുക്കാം എന്ന ഒരു പ്രക്രിയ മുഴുവൻ ഈ ഗ്രന്ഥത്തിൽ വിവരിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് ഞാൻ പറയാം, ഒരു വ്യക്തിയുടെ സ്വയം സ്നേഹം, എങ്ങനെയാണ് സ്വയമേ സ്നേഹിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ സാധാരണ കരുതുന്നത് ഉണ്ണുക, ഉറങ്ങുക, വൃത്തിയായിട്ട് വസ്ത്രം ധരിക്കുക, അതുപോലെ നന്നായി ഭക്ഷിക്കുക അല്ല. അതിലുപരിയായി സ്വയം സ്നേഹം എന്ന് പറയുന്നത് അവനവനെക്കുറിച്ചുള്ള ഒരവബോധത്തിലേക്ക് വളരുക, അവനവൻ്റെ അവകാശങ്ങളും അധികാരങ്ങളും ഫീലിങ്സ് അഥവാ വികാരങ്ങൾ, അവനവൻ്റെ മൂല്യങ്ങൾ, അവനവൻ്റെ അഭിപ്രായങ്ങൾ, ഇവയെ തുറന്നു പറയുന്ന ഒരു അസേർട്ടീവ് സ്കില്ലാണ്. അവനവനെ തന്നെ വെളിപ്പെടുത്തുവാനുള്ള സ്വാതന്ത്ര്യം, അവനവനായി തന്നെ നിലകൊള്ളുവാനായിട്ടുള്ള ഒരവകാശം, ഈ ബോധ്യങ്ങളാണ് ഇന്ന് കുട്ടികൾക്ക് വേണ്ടിയത്. പലപ്പോഴും ഇന്നൊരു മാസ് ഹിസ്റ്റീരിയ പോലെയാണ്. എന്തെങ്കിലും ഒരാൾ ചെയ്താൽ അത് ഇമിറ്റേറ്റ് ചെയ്യുന്ന ഒരു സമൂഹമാണ് യുവജനങ്ങളുടെ ഇടയിലും ടീനേജേഴ്സിൻ്റെ ഇടയിലും ഇന്ന് കാണുന്നത്. എന്നാൽ ഇങ്ങനെ ഒരു ഗ്രന്ഥം വായിക്കുമ്പോൾ തനിക്ക് തൻ്റേതായ വ്യക്തിത്വത്തിന് ഉറപ്പ് നൽകുവാൻ, അതുപോലെ തന്നെ താൻ ആരായിരിക്കുന്നു ആ ഒരു ഐഡൻറ്റിറ്റിയിൽ അഭിമാനം കൊള്ളുവാൻ വ്യക്തികളെ പഠിപ്പിക്കുന്നു. രണ്ടാമതായിട്ട് ഞാൻ കണ്ടത്, അതിനകത്ത് വളരെയധികം ഹൃദ്യമായ രീതിയിൽ പറഞ്ഞിട്ടുണ്ട് ഹോബികളെക്കുറിച്ച്. ഹോബികളെക്കുറിച്ച് പറയുമ്പോൾ ഡോക്ടർ ഒ.ജെ. സ്കറിയ അക്കവിട്ട് പറയുന്നുണ്ട്, ഈ ഹോബികളാണ് മനുഷ്യ വ്യക്തിക്ക് ഒരു സമഗ്ര വളർച്ച നൽകുന്നത്. സമഗ്ര വളർച്ച എന്നിവിടെ ഉദ്ദേശിക്കുന്നത് ബുദ്ധി മാത്രം വികസിച്ചാൽ പോരാ. ഒരു മനുഷ്യനെ സംബന്ധിച്ച്, മനുഷ്യ വ്യക്തിയെ സംബന്ധിച്ച് പ്രപഞ്ചവുമായിട്ടൊരു ബന്ധം വേണം, മറ്റുള്ളവരുമായിട്ടൊരു ബന്ധം വേണം, അവനവനോട് തന്നെ ഒരു ബന്ധം വേണം. തന്നെയുമല്ല, തനിക്ക് സംസാരിക്കുവാനുള്ള ഒരു പ്രാവീണ്യം നേടിയെടുക്കുക, അല്ലെങ്കിൽ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടാക്കിയെടുക്കുക, അതുപോലെ തന്നെ ആശയവിനിമയത്തിൽ ഒരു കഴിവ് വർദ്ധിപ്പിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടെ ശ്രദ്ധിക്കുന്നത് ഹോബികളിലൂടെയാണ്. അതെങ്ങനെയുള്ള ആൾക്കാരുമായി ഇടപെടുന്നു, എന്തുതരം ഹോബികൾ വളർത്തുന്നു എന്നതനുസരിച്ചാണ്. അതാണ് ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു പ്രത്യേകത. നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഓർക്കും ജീവിക്കാൻ എല്ലാവർക്കും അറിയാമെന്ന്. ജീവിക്കാൻ അറിയാം, എങ്കിലും വളർച്ചയുടെ ഒരു പടിയിലേക്ക് ജീവിതത്തെ കൈപിടിച്ചുയർത്തുവാൻ പ്രത്യേകിച്ചും പേരൻസിനും ടീച്ചേഴ്സിനും, മാത്രമല്ല വിവാഹത്തിനൊരുങ്ങുന്ന യുവതീ യുവാക്കന്മാരും ഇത് വായിച്ചിരിക്കണം. തന്നെ മനസ്സിലാക്കാനും തൻ്റെ ജീവിത പങ്കാളിയെ മനസ്സിലാക്കാനും ഈ ഗ്രന്ഥം സഹായിക്കും. മനുഷ്യരെ മനസ്സിലാക്കി കഴിയുമ്പോൾ വൈരുദ്ധ്യത്തിൽ തന്നെ മനുഷ്യന് ഒരുമിച്ച് പോകാൻ പറ്റും എന്നുള്ള ഒരു കഴിവിലേക്ക് ഉയരാൻ പറ്റും. അതിനെല്ലാവരെയും ഈ ഗ്രന്ഥം സഹായിക്കട്ടെ. ഈ ഒരു സംരംഭത്തെ നമുക്ക് കൈകോർത്ത് പിടിച്ച് വളർത്താം, ഉപയോഗിക്കാം, അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യാം. ഇതിനായി എല്ലാവരെയും ഞാൻ ആഹ്വാനം ചെയ്യുന്നു.